പരീക പരീകോ ആ ആ പരീകയില്ലേ? ഇല്ല. ആണോ? എവിടെ പോയി? കടയിലില്ല. കടയിലില്ലല്ലോ. അപ്പൊ എവിടെ പോയി? എന്തോ പുറത്തേക്ക് എവിടെയോ പോയി. അയ്യോ എന്തേ? ഇല്ല, പരീക്ഷ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയണ്ട് പോവാന്ന് കരുതിട്ടാണ്. എന്താണ് എന്നോട് പറയ്. അതെ, നമ്മുടെ ജംഗ്ഷനിലെ ലോഡ്ജില്ലേ, ആ ലോഡ്ജിൽ പുതിയൊരു സിദ്ധം വന്നിട്ടുണ്ട്. പ്രൊഫസറാണ് പുള്ളി. ഏത് കോളേജിലെ പ്രൊഫസർ? കോളേജിലല്ല, പുള്ളി വലിയ സിദ്ധനാണ്. പേരെടുത്ത പുള്ളിയുടെ അടുത്ത് ഗുളിക യന്ത്രം എന്ന് എന്തോ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും ഈ യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് അച്ചിട്ടാണ്. ഭയങ്കര പേരെടുത്ത ആളാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ 2 ആഴ്ച പുള്ളി ഉണ്ടാവും. അപ്പൊ പത്രത്തിലൊക്കെ പരസ്യം ഇട്ടിട്ടുണ്ട്, ബുക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അല്ല, ഈ പറഞ്ഞ സംഭവമൊക്കെ ശരിക്കും നടക്കണതാ? നടക്കുമെന്ന റസീന്റെ പുള്ളകളിക്കാണ്. അല്ല, എങ്ങനെ നടക്കും? ഇയാള് തിരുവല്ലാമലയിലാണ് ഇയാളുടെ ഹെഡ് ഓഫീസ്, മനസ്സിലായ? അവിടെ കലാമണ്ഡലത്തിൽ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമായിട്ടൊരു മിസ്സി വന്ന അമേരിക്കയിൽ നിന്ന്. താളബോധം എന്ന് പറഞ്ഞാൽ ഒരു സാധനം അറിഞ്ഞൂടാ. അവർക്ക് പഠിക്കേണ്ടതാ കുച്ചിപ്പിടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും. ഇവര് വന്ന് ചേർന്നും പോയി, ഒന്നും പഠിക്കാനും പറ്റണില്ല. അവസാനം ആരോ പറഞ്ഞിട്ട് ഈ പ്രൊഫസറുടെ അടുത്ത് ചെന്ന് ഈ ഗുളികേന്ദ്രം മേടിച്ചുണ്ടെന്ന് വെച്ചാൽ അവർ കിടക്കണേൻ്റെ തലങ്ങൻ്റെ അടിയിൽ വെച്ച്. എൻ്റെ പൊന്നോ, അവരിപ്പോൾ വലിയ പേര് കേട്ട നർത്തകിയല്ലേ. മലയാള സിനിമയിലൊക്കെ ഉണ്ട് ഇപ്പൊ അവര്. ഒരു മിസ്സി ഇപ്പൊ റസിയാടെ വാപ്പാടെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ, ആ കടയുള്ള നാണപ്പനായര്. നാണപ്പനായരുടെ റൂം വാടക എടുത്തിട്ട് പലചരക്കട നടത്തല്ലേ സൂപ്പറെ. അയ്യോ, അത് വലിയ കേസായിക്കണ്. കേസാണെന്ന 10-15 കൊല്ലം അയാളുടെ ആയുസ് മുഴുവൻ കേസ് നടത്തി ഇവനൊന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവനെന്തോ 10 ലക്ഷം രൂപയായിട്ട് നഷ്ടം ചോദിച്ചത്. പുള്ളി എന്ത് ചെയ്ത് ഇത് പറഞ്ഞ് കേട്ടിട്ട് ഈ പ്രൊഫസറെ പോയി കണ്ടിട്ട് ഈ ഗുളിക യന്ത്രം മേടിച്ച് തലക്കും ഭാഗത്ത് വെച്ച് പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ കാണുന്ന സൂപ്പറും ബാധക്ക നിൽക്കുകയാണ്. എൻ്റെ നാണപ്പനായരെ, ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ കട ഒഴിഞ്ഞു പോയിക്കോളാന്ന്. ഇയാൾ എന്തിച്ചു പോയി. അപ്പൊ പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ന്യായമായിട്ട് ഞാൻ തരാന്ന് പറഞ്ഞപ്പോ കാലയിൽ വീണിട്ട് പറഞ്ഞു എനിക്ക് 10ന്റെ നയാ പൈസ വേണ്ട, ആ സാധനങ്ങളൊന്ന് പുറത്തിറക്കാനുള്ള ഒരു നേരം മതി. അതുകൊണ്ടല്ലേ അതിശയം. അപ്പൊ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്.